ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൺലൈൻ മിസ് ക്ലാസ് റൂം. ഇന്ന് നമ്മളിടയ്ക്ക് പറയുന്നത് പോലെ തന്നെ ചില ജനറൽ സബ്ജക്റ്റുകൾ നമ്മളിടയ്ക്ക് ഡിസ്കസ് ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് മെയിനായിട്ട് അതെ ടി ടി സി, ബി എഡ്, എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ടി സി സി, ബി എഡ്, എം എഡ് തുടങ്ങിയ സ്റ്റുഡൻസിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതോടൊപ്പം തന്നെ എൽ പി, യു പി അതുപോലുള്ള എക്സാമുകൾ എഴുതുന്നവർക്കും കേൾക്കുമ്പോൾ എന്താണ് ഫിലോസഫി എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലാതെ തന്നെ പൊതുവെ നമ്മുടെ പലരിലും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് എന്താണ് ഈ ഫിലോസഫി എന്നൊക്കെ. അപ്പോൾ അതേക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വളരെ നല്ല യൂസ്ഫുള്ളായൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ കേൾക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് എൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ, നമ്മളെ 8th മുതൽ 10th വരെയുള്ള ഫിസിക്സ് മറ്റ് കാര്യങ്ങളാണെങ്കിലും ഇതുപോലെ തന്നെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാനിതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമാണ് പറയാൻ വിചാരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഫിലോസഫി, സ്കൂൾസ് ഓഫ് ഫിലോസഫി. ഓക്കെ, അപ്പോൾ ഫിലോസഫി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ് എന്താണ് ഫിലോസഫി, വാട്ട് ഈസ് ഫിലോസഫി? Philosophy is a comprehensive system of ideas about human nature and the nature of reality we live in. ക്ലിയർ ആണോ? അതായത് ഫിലോസഫി എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് സിസ്റ്റം ഓഫ് ഐഡിയാസാണ്. ഓക്കെ, ഐഡിയാസിൻ്റെ ഒരു കളക്ഷനാണ് അബൌട്ട് ഹ്യൂമൻ നേച്ചർ, ഹ്യൂമൻ്റെ നേച്ചറിനെ കുറിച്ച്. ഹ്യൂമൻ നേച്ചർ ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് അല്ലേ. അപ്പോൾ ഒരു ഹ്യൂമൻ്റെ ഒരു നേച്ചറിനെ കുറിച്ചുള്ള ഒരു ഐഡിയയാണ് ഇത് ഫിലോസഫി തരുന്നത്. ആൻഡ് ദ നേച്ചർ ഓഫ് ദ റിയാലിറ്റി വി ലിവ് ഇൻ, നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു നേച്ചറിനെ കുറിച്ചുള്ള റിയാലിറ്റി. ഇപ്പോൾ നമ്മൾ കാണുന്നതാവുമോ ചിലപ്പോൾ റിയലായ കാര്യങ്ങൾ? അല്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എർത്തിൽ ജീവിക്കണില്ലേ, നമ്മൾ പറയുന്നുണ്ട് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എർത്ത് സ്വന്തം റിവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നൈറ്റ് മോർണിംഗ് ഇതൊക്കെ. ഇത് നമ്മൾ നേരിട്ട് കണ്ടതല്ല, പക്ഷെ നമ്മളെങ്ങനെ മനസ്സിലാക്കി? നമ്മൾ ചിന്തിച്ച് പഠിച്ച് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. 8ൻ്റെ 1 ഡേ കംപ്ലീറ്റ് ചെയ്യുന്ന 24 hour അങ്ങനെയുള്ള ഓരോ നോളജ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ റിയാലിറ്റി കണ്ടെത്തുകയാണ്. ഇങ്ങനെ റിയാലിറ്റി കണ്ടെത്തുന്ന ആ ഒരു സയൻസാണ് ആക്ച്വലി ഫിലോസഫി എന്ന് പറയുന്നത്. ഇത് നമുക്ക് മിസ്റ്ററീസ് ഓഫ് എക്സിസ്റ്റൻസ്, ഇവിടെ ജീവനായാലും എന്തിൻ്റെ ആയാലും നിലനിൽപ്പിൻ്റെ ഒരു മിസ്റ്ററീസ് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫിലോസഫി എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് വന്ന ഈ ഒറിജിനൽ ഡിസിപ്ലിൻ തോട്ടിനെ കുറിച്ച് വന്ന ആദ്യമായിട്ട് വന്ന ഒരു സബ്ജക്റ്റാണ്. പിന്നീട് എന്തെന്ന് സൈക്കോളജി മറ്റു കാര്യങ്ങൾ ഒരുപാട് സബ്ജക്റ്റുകൾ വന്നു. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് നോളജിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് വരുന്ന ആദ്യ സയൻസാണ് ഫിലോസഫി. അതുകൊണ്ട് തന്നെ ഇതിനെ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ മദർ ഓഫ് ഓൾ ദി ഫസ്റ്റ് ആൻഡ് സയൻസ് ഓഫ് ഓൾ സയൻസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ ഫിലോസഫി? ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, യഥാർത്ഥത്തിൽ വാട്ട് ഈസ് റിയൽ ആൻഡ് വാട്ട് ഈസ് റിയാലിറ്റി എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഫിലോസഫി. ഓക്കെ, ഇനി മറക്കില്ലല്ലോ. പിന്നെ എന്താ ഫിലോസഫി എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. യെസ്, എന്ത് പറയാം? കോംപ്രിഹെൻസീവ് സിസ്റ്റം ഓഫ് ഐഡിയാസ് അബൌട്ട് ദ ഹ്യൂമൻ നേച്ചർ അല്ലേ പറയുന്നത്. ഹ്യൂമൻ നേച്ചർ അത്ര മനസ്സിലാക്കിയാൽ മതി. ഹ്യൂമൻ്റെ നേച്ചർ, അതുപോലെ തന്നെ അതിൻ്റെ റിയാലിറ്റി, നമ്മൾ നിൽക്കുന്ന ഒരു വേൾഡിൻ്റെ റിയാലിറ്റി ഒക്കെ വരുന്നതാണ്. ഓക്കെ, ഇനി ഫിലോസഫി റൈസസ് ഔട്ട് ഓഫ് എന്തെന്നൊക്കെയാണ് ഈ ഫിലോസഫി ഉണ്ടാകുന്നത്? നമ്മുടെ വണ്ടർ അല്ലേ, നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് വിചാരിക്കും? വണ്ടേഴ്സ് എന്തുകൊണ്ടാണ്, അതെങ്ങനെയാണെന്നൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള വണ്ടറുകളിൽ നിന്ന് ഫിലോസഫി കുറിച്ചുള്ള ചിന്ത. ദെൻ ക്യൂരിയോസിറ്റി, ജസ്റ്റ് ടു നോ അബൌട്ട് ദാറ്റ്. ഒരു ക്യൂരിയസ് സിറ്റുവേഷൻസ് ഉണ്ടാവാറില്ലേ? ഓക്കെ, ദെൻ ടു ഡിസയർ ടു നോ, അതുപോലെ തന്നെ അറിയാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ആ ഒരു ആഗ്രഹത്തിൽ നിന്നൊക്കെയാണ് ഫിലോസഫി വരുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് മെയിൻലി 2 aims. It arises to give a person a unified view of the universe in which he lives. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്ററി ഒക്കെ, നമ്മൾ ജീവിക്കുന്ന ആ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഒരു ടോട്ടൽ വ്യൂ നമുക്ക് കിട്ടും.
ഓക്കെ, ഇപ്പോൾ ഫിലോസഫി പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഫിലോസഫി മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു അഹം എന്നുള്ള ആ ഒരു സ്ഥാനം നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ചുറ്റുപാടുള്ള സറൗണ്ടിങ്സിനെ കുറിച്ചിട്ടും നമ്മൾ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെ കുറിച്ചാണെങ്കിലും അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു, മറ്റൊരാളുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കാൻ നമുക്ക് സഹായിക്കും. അതുപോലെ ഇറ്റ് സീക്സ് ടു മേക്ക് എ പേഴ്സൺ മോർ ക്രിറ്റിക്കൽ തിങ്കർ ബൈ ഷാർപ്പനിങ് ഹിസ് എബിലിറ്റി ടു തിങ്ക് ക്ലിയർലി. നമ്മളെല്ലാത്തിനെക്കുറിച്ചും കൂടുതലായിട്ട് ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാൻ പറ്റില്ലേ. നമുക്ക് എന്താണോ കിട്ടുന്നത് അതുപോലെ വിഴുങ്ങാതെ ഒരു കാര്യം കാണുന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചത് അതുപോലെ അങ്ങ് അതെന്നാ അതന്നെ സംഭവിച്ചതെന്ന് പറയാതെ എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, എന്തുകൊണ്ടാണ് സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ. ഇപ്പോൾ നമ്മളൊരു കേസൊക്കെ കേട്ടു, നമ്മൾ കേസിനെ കുറിച്ചൊക്കെ ശരിക്കും ഉത്തര എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ പാമ്പ് കടിയേറ്റ് ഇതാക്കി. അപ്പോൾ എവിടെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പല കേസുകളുണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും, ഓക്കെ എങ്ങനെയാണ് പാമ്പിനെ കടിപ്പിച്ചതൊക്കെ. ഇനി അതേമാതിരി തന്നെ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും, എല്ലാ ഭാഗവും ചിന്തിക്കണമല്ലോ. ഓക്കെ, അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ടാവും. അയാൾ ചെയ്തത് ശരിയാന്നല്ല, എന്തുകൊണ്ട് അയാൾ ചെയ്തു, എങ്ങനെ ചെയ്തു, അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം എന്താണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള അതായത് ഒരു യൂണിഫൈഡ് വ്യൂ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇൻ സീക്സ് ടു മേക്ക് അതുപോലെ തന്നെ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങിനുള്ള ചാൻസും. ദെൻ എറ്റിമോളജിക്കൽ മീനിങ് ഓഫ് ഫിലോസഫി. എന്താണ് ഫിലോസഫിയുടെ എറ്റിമോളജിക്കൽ മീനിങ്? ഫിലോസഫി ഈസ് എ വേർഡ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ്. ഓക്കെ, ഫിലോസ് ആൻഡ് സോഫിയ എന്ന് പറഞ്ഞ 2 ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഫിലോസഫി വന്നത്. ഫിലോസ് മീൻസ് ലവ്. ഓക്കെ, ഫിലോസ് മീൻസ് ലവ് ആൻഡ് സോഫിയ മീൻസ് വിസ്ഡം. എന്താ വിസ്ഡം? യെസ്, നോളജൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഫിലോസഫി എന്നാ വന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഫിലോസ് ആൻഡ് സോഫിയ എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിലോസഫി വന്നത്. ദെൻ ഫിലോസ് എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് സോഫിയ മീൻസ് വിസ്ഡം. സോ ലവ് ഓഫ് വിസ്ഡം. സോ ദിസ് ഫിലോസഫി മീൻസ് ലവ് ഓഫ് വിസ്ഡം. ഇൻ ദിസ് വേ സെർച്ച് ഓഫ് വിസ്ഡം, അത് ക്ലിയർ ആണല്ലോ. സെർച്ച് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞാൽ നോളജിന് ഓർ ട്രൂത്ത് ഈസ് കോൾഡ് ഫിലോസഫി. അപ്പോൾ ഫിലോസഫിയെക്കുറിച്ച് ഇപ്പോൾ ഒരു സത്യത്തെക്കുറിച്ച്, ട്രൂത്തിനെ കുറിച്ചും നോളജിനെ കുറിച്ചൊക്കെ ഉള്ള സെർച്ചാണ് ഫിലോസഫി. ആൻഡ് ദ മാൻ ഹൂ എൻഗേജസ് ഹിംസെൽഫ് ഇൻ ദ സെർച്ച് ഈസ് കോൾഡ് ഫിലോസഫർ. ഇങ്ങനെ എൻഗേജ് ചെയ്യുന്നവരെ നമ്മൾ ഫിലോസഫേഴ്സ് എന്നും പറയും. പ്ലേറ്റോ മെയിൻ ഫേമസ് ഫിലോസഫറാണല്ലേ, അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന ബുക്ക് ഈസ് വെരി ഫേമസ്. ഓക്കെ, ദെൻ അതിനകത്ത് ഹി ഡിഫൈൻസ് he who has a taste for everything sort of knowledge and who is curious to learn and never satisfied may be justly termed a philosopher. ക്ലിയർ ആണല്ലോ. ഒരു നോളജിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എല്ലാത്തിനെക്കുറിച്ച് ക്യൂരിയസ് ആയ ഒരാളെ നമുക്ക് എന്താ പറയുക, ഫിലോസഫർ എന്ന് തന്നെയാണ് പറയാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ ഫിലോസഫി ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിലും എക്സാമിൻ്റെ ഒക്കെ സമയത്ത് നമുക്കതിൻ്റെ ഡെഫിനിഷൻസ് അതുപോലെ തന്നെ എഴുതേണ്ടി വരും. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്സ്ഫോർഡ് അഡ്വാൻസ് ലേണേഴ്സ് ഡിക്ഷണറി ഡിഫൈൻ ചെയ്യുന്നത് ഫിലോസഫി ആസ് ദ സ്റ്റഡി ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ഓഫ് ഹ്യൂമൻ ലൈഫ്. എക്സാമിനൊരു 2 or 3 ഡെഫിനിഷൻസ് പഠിച്ചു വയ്ക്കുക കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എസ്സേസും മറ്റൊക്കെ വരുമ്പോഴാണെങ്കിലും, ഇനി അതല്ല 1 word ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇത് ഫില്ല് ചെയ്യാനൊക്കെ ആണെങ്കിൽ കറക്റ്റാക്കിയിട്ട് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ബി വെരി ഹെൽപ്ഫുൾ. സോ ഫിലോസഫി ആസ് ദ സ്റ്റഡി ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ഓഫ് ഹ്യൂമൻ ലൈഫ് നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞത് നോക്കാം. അരിസ്റ്റോട്ടിൽ കൺസിഡേർഡ് ഫിലോസഫി ആസ് എ സയൻസ് വിച്ച് ഇൻവെസ്റ്റിഗേറ്റ്സ് നേച്ചർ ഓഫ് ബീയിങ് ആസ് ഇറ്റ് ഇസ്. നേച്ചർ അത് ഏത് രീതിയിലാണോ നിൽക്കുന്നത് അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന സയൻസാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിലോസഫി അക്കോർഡിംഗ് ടു പ്ലാറ്റോ പറഞ്ഞാൽ എയിംസ് ഓഫ് നോളജ് അറ്റ് ദ എറ്റേണൽ നേച്ചർ ഓഫ് തിങ്സ്. ഓക്കെ, നെക്സ്റ്റ് വില്യം ജെയിംസ് ഡിഫൈൻ ചെയ്യുന്നത് ഫിലോസഫി ആസ് എൻ അൺയൂഷ്വലി സ്റ്റബോൺ അറ്റംപ്റ്റ് ടു തിങ്ക് ക്ലിയർലി. ഓക്കെ, അൺയൂഷ്വലി ആണ്, യൂഷ്വലി അല്ല. അതായത് ക്രിറ്റിക്കൽ തിങ്കിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇൻ ദ വ്യൂ ഓഫ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഫിലോസഫി ഈസ് എ ലോജിക്കൽ എൻക്വയറി ടു ദ നേച്ചർ ഓഫ് റിയാലിറ്റി. നേച്ചർ ഓഫ് റിയാലിറ്റിയെക്കുറിച്ചുള്ള ഒരു ലോജിക്കൽ എൻക്വയറിയാണ് അല്ലേ. വളരെ കൃത്യമായിട്ട് പ്രിസൈസായിട്ട് അറിയാനുള്ള, യഥാർത്ഥത്തിൽ വാട്ട് ഈസ് റിയൽ എന്നറിയാനുള്ള, അതായത് റിയാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഓക്കെ,
ദെൻ എന്തൊക്കെയാണ് അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിലോസഫി? അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞത് തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരിക, എന്നാലും ഒന്ന് കംപ്രൈസ് ചെയ്ത് ക്ലിയർ ആയി നോക്കാമെന്ന് മാത്രം. ഇറ്റ്സ് എ ക്രിട്ടിക്കൽ മെത്തേഡ് ഓഫ് അപ്രോച്ചിങ് എക്സ്പീരിയൻസ് അല്ലേ? എന്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ കഴിഞ്ഞാൽ നമ്മളതിനെ ക്രിട്ടിക്കലി ഒന്ന് അപ്രോച്ച് ചെയ്യും. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ഓക്കെ, മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാതെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതതുപോലെ അക്സെപ്റ്റ് ചെയ്യാതെ വെദർ ഇറ്റ് ഈസ് ട്രൂ. ഇപ്പോൾ നമുക്ക് എപ്പോഴും വരുന്നതാണ് ഈ വാട്സപ്പ് മെസ്സേജുകൾ പലതും. ഇപ്പോൾ കൊറോണയുടെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പരസ്യം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, പരസ്യത്തിൻ്റെ പേര് പറയുന്നില്ല. അത് ഉപയോഗിച്ച് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊറോണ കുറയുന്നു. എന്താണ്? അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. വാട്ട് ഈസ് റിയൽ? അത് റിയൽ ആയിരിക്കുമോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ലോജിക്കൽ ബേസിക് ഉണ്ടോ എന്നൊക്കെ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് സിന്തറ്റിക് സയൻസ്. ഓക്കെ, സിന്തറ്റിക് സയൻസ് ആണ്, പ്യുവർ സയൻസ് അല്ല. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ലോജിക്കൽ ഇൻ ഇറ്റ്സ് അപ്രോച്ച്. ലോജിക്കലിയാണ് ഇതിനകത്ത് തിങ്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സെർച്ച് ഫോർ ട്രൂത്ത് ആൻഡ് റിയാലിറ്റി ആൻഡ് ഓൾസോ ദ ട്രൂത്ത് നേച്ചർ ഓഫ് റിയാലിറ്റി. നമ്മൾ പറഞ്ഞത് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് കനോട്ട് ബി ആൻസർഡ് എംപിരിക്കൽ. നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് തെളിയിക്കുന്ന ഒരു സയൻസ് പോലെ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് തെളിയിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയും ചില ഇല്യൂഷൻ, നമ്മൾ ചില ആൾക്കാരൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന മാതിരിയൊക്കെ കാണും. ഇപ്പോൾ ചില സ്വപ്നത്തിൽ പലർക്കും ഉണ്ടാവാറുണ്ട്. സ്വപ്നത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കണ്ടു, അതതുപോലെ സംഭവിച്ചു. എന്താ അവിടെ എന്തോ ഒരു ഇല്യൂഷൻ ഉണ്ട് അല്ലേ? അത്തരം കൺസെപ്റ്റുകളാണ് എന്ത് പറയുന്നത്. അപ്പോൾ അവിടെ എന്തോ ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ, അവിടെ നമുക്ക് സംതിങ് എംപിരിക്കലി ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു സംതിങ് കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ളതാണ് ഈ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് എ വ്യൂ ആൻഡ് എ വേ ഓഫ് ലൈഫ്. ഒരു ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇൻക്വയറി അബൌട്ട് ലൈഫ് ആൻഡ് എക്സിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. ദെൻ ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി. ഇങ്ങനെ മെയിനായിട്ട് ഫിലോസഫിക്ക് 3 ബ്രാഞ്ചസ് ആണുള്ളത്. ദേ ആർ ആക്സിയോളജി, ദെൻ എപ്പിസ്റ്റമോളജി ആൻഡ് മെറ്റാഫിസിക്സ്. റെഡിയാണല്ലോ? ആക്സിയോളജി, എപ്പിസ്റ്റമോളജി ആൻഡ് മെറ്റാഫിസിക്സ്. ആക്സിയോളജി ഡീൽ ചെയ്യുന്നത്, ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റേ പറയുന്നുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാസ് നിങ്ങൾക്ക് ഇനി വരും. ആക്സിയോളജിയിൽ മെയിനായിട്ട് 2 ടൈപ്സ് ആണ് ഉള്ളത്. എത്തിക്സും എസ്തെറ്റിക്സുമാണ് ആക്സിയോളജിയിൽ ഡീൽ ചെയ്യുന്നത്. എത്തിക്സും എസ്തെറ്റിക്സും. എത്തിക്സ് മീൻസ് വാല്യൂസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എത്തിക്സ് വാല്യൂസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. മോറൽ വാല്യൂസ്, മറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് പെടുന്നത്. എസ്തെറ്റിക്സിൽ വരുന്നത് ബ്യൂട്ടി, നേച്ചർ, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, ഫൈനാൻസ്, മറ്റു കാര്യങ്ങളൊക്കെ. അതൊക്കെ അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് എസ്തെറ്റിക്സിൽ വരുന്നത്. ഓക്കെ, ദെൻ എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലോജിക്കൽ നേച്ചർ ഓഫ് നോളജ് എങ്ങനെയാണ്. ഇപ്പോൾ ഡിഡക്റ്റീവ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നോളജ് ഡിഡക്റ്റീവ് ഉണ്ടാവും, ഇൻഡക്റ്റീവ് ഉണ്ടാവും. ജനറൽ ടു സ്പെസിഫിക്കും ആവാം, സ്പെസിഫിക് ടു ജനറലിനും ആവാം. നെക്സ്റ്റ് മെറ്റാഫിസിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു കൺസെപ്റ്റ്. റിയാലിറ്റി ആൻഡ് എക്സിസ്റ്റൻസ്, യാഥാർത്ഥ്യവും അതിൻ്റെ നിലനിൽപ്പൊക്കെയാണ്. ഇതിനെ 2 ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓണ്ടോളജിയും കോസ്മോളജിയും. ഓണ്ടോളജി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്. ഓക്കെ, സയൻസ് ഓഫ് അതായത് നേച്ചർ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഓണ്ടോളജി പറയുന്നത്. ദെൻ കോസ്മോളജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഒറിജിനും മറ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് കോസ്മോളജി. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ഈ എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്താണ് ഫിലോസഫിയുടെ റെലവൻസ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്തായിരിക്കും? യെസ്, ഫിലോസഫിക്കൽ കൺസെപ്റ്റ് നമ്മൾ എഡ്യൂക്കേഷണൽ ഫീൽഡ് യൂസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. According to Steiner, educational philosophy is the application of philosophical ideas to educational problems. Okay, educational problemsൽ എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്കൽ ഐഡിയ എഡ്യൂക്കേഷണൽ പ്രോബ്ലംസിൽ ഉപയോഗിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി. എക്സാമ്പിൾ പറയാം കേട്ടോ. ദെൻ അടുത്ത ഡെഫിനിഷൻ, അക്കോർഡിംഗ് ടു റോസ്, ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ ആർ ലൈക്ക് 2 സൈഡ്സ് ഓഫ് എ കോയിൻ. ഒരു കോയിൻ്റെ 2 സൈഡുകളാണ് ഫിലോസഫി, എഡ്യൂക്കേഷൻ. അതിൻ്റെ താഴെയുള്ള സൈഡാണ് കോംപ്ലിമെൻറ്റേറ്റീവ് സൈഡാണ്
കണ്ടംപ്ലേറ്റീവ് സൈഡാണ് എന്ത് ഫിലോസഫി, ആൻഡ് ദ ആക്റ്റീവ് സൈഡാണ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷണൽ ഫിലോസഫി, ഈ ഫിലോസഫിക്കൽ ഐഡിയാസൊക്കെ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ആസ് എ ടീച്ചർ, ഓക്കെ, നമ്മുടെ സ്റ്റുഡൻറ്റ് ഒരു ടീച്ചറോട് പെരുമാറാൻ പറ്റാത്ത രീതിയിൽ ബിഹേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു ഭയങ്കര ഫ്രസ്ട്രേഷനും ദേഷ്യം ഒക്കെ വെച്ചിട്ടാണോ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക? അല്ല, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ കുട്ടിയുടെ ഭാഗത്ത് ചിന്തിക്കാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ആ രീതിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുമെങ്കിൽ പോലും ആ കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഓൾറെഡി ഫ്രസ്ട്രേഷൻസ് ഉണ്ടോ, അതിൻ്റെ ഫാമിലി അങ്ങനെയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, സ്കൂളിൽ എന്തെങ്കിലും ബാധിച്ചിട്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചിന്തിക്കാൻ ആസ് എ ടീച്ചർ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? യെസ്, ഫിലോസഫിക്കൽ കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മളവിടെ വാട്ട് ഈസ് റിയൽ, ഓക്കെ, വാട്ട് ഈസ് റിയാലിറ്റി ആൻഡ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദാറ്റ് ചൈൽഡ് എന്നൊക്കെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നിങ്ങളെ ഓർമ്മയിൽ ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിലോസഫി ഇൻ എഡ്യൂക്കേഷൻ ഒരുപാടെണ്ണമുണ്ട്, അതിനകത്ത് കുറച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ പോയിൻറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിനകത്ത് തന്നെ പെടും കേട്ടോ. ഓൾ എഡ്യൂക്കേഷണൽ എയിംസ് ആർ ഫിലോസഫിക്. ക്ലിയർ അല്ലേ? എല്ലാ എഡ്യൂക്കേഷണൽ എയിംസും ഫിലോസഫിക്കലായിട്ടാണ് നമുക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫിലോസഫി ഡിറ്റർമിൻസ് ദ റിയൽ ഡെസ്റ്റിനേഷൻ ടുവേർഡ്സ് വിച്ച് എഡ്യൂക്കേഷൻ ഹാസ് ടു ഗോ. എഡ്യൂക്കേഷൻ ഏത് വഴിയിലാണ് പോവേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് തന്നെ എന്താണ്? ഫിലോസഫിയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ഫിലോസഫി പ്രൊവൈഡ്സ് വിഷൻ ആൻഡ് എ വൈഡ് പെർസ്പെക്റ്റീവ് ഫോർ എഡ്യൂക്കേഷണൽ പ്രാക്ടീസ്. ക്ലിയർ അല്ലേ? എഡ്യൂക്കേഷണൽ പ്രാക്ടീസിന് നല്ലൊരു വിഷൻ നമുക്ക് തരികയും ചെയ്യും, അതുപോലെ തന്നെ ഒരു വൈഡ് പേഴ്സ്പെക്റ്റീവ്, അതിൻ്റെ നല്ലൊരു ഫ്രെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. എ ഫ്രെയിം വർക്ക് വിത്തിൻ വിച്ച് എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ക്യാൻ ബി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫിലോസഫിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ ആർ മ്യൂച്വലി റീകൺസ്ട്രക്റ്റീവാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ഒരു പോസിറ്റീവ്, രണ്ട് ഭാഗത്തെ മ്യൂച്വലായിട്ട് ഫിലോസഫിയും എഡ്യൂക്കേഷനും ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ റീകൺസ്ട്രക്റ്റീവ്, പരസ്പരം രണ്ടും കൺസ്ട്രക്റ്റീവ് നേച്ചറാണുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്? ഫിലോസഫി ഈസ് ടു ഡിറ്റർമിൻ വാട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ഗുഡ് ലൈഫ്. ഫിലോസഫിയിൽ നമ്മൾ ഏതാണ് നമ്മൾ ഗുഡ് ലൈഫ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. അത് തന്നെയാണ് വാസ് ദ മെയിൻ ടാസ്ക് ഓഫ് എഡ്യൂക്കേഷൻ്റെ മെയിൻ എയിമും അല്ലേ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. എക്സിസ്റ്റ് റെസിപ്രോക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ. റെസിപ്രോക്കൽ റിലേഷൻ ഉണ്ട് ഫിലോസഫിയും എഡ്യൂക്കേഷൻ തമ്മിൽ. Philosophy deals with the goals and essentials of good life, while education provides the means to achieve these goals of good life. Same point ആയി തോന്നും, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഗ്രേറ്റ് ഫിലോസഫേഴ്സ് ഹാവ് ഓൾസോ ബീൻ ഗ്രേറ്റ് എഡ്യൂക്കേഷണലിസ്റ്റ് അല്ലേ. നിങ്ങൾക്കറിയുന്ന ഗ്രേറ്റ് ഫിലോസഫേഴ്സിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. യെസ്, അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, യെസ്, ഡോക്ടർ രാധാകൃഷ്ണൻ, അതേ ഗാന്ധിജി ഒക്കെ എന്താ ഗ്രേറ്റ് രവീന്ദ്രനാഥ് ടാഗോർ, യെസ്, ഓക്കെ, സ്വാമി വിവേകാനന്ദ്, ഓൾ ആർ റൈറ്റ്. ഓക്കെ, ഇവരൊക്കെ ഗ്രേറ്റ് എഡ്യൂക്കേഷണലിസ്റ്റും കൂടിയല്ലേ? അതെ. ദെൻ എഡ്യൂക്കേഷൻ ഈസ് നത്തിങ് ബട്ട് അപ്ലൈഡ് ഫിലോസഫി. ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു എഡ്യൂക്കേഷൻ ഫിലോസഫി നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നേച്ചർ ഓഫ് റിയാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഡിസയർ ടു അണ്ടർസ്റ്റാൻഡ്, ഇതെന്താ പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം ഒക്കെ എന്തുകൊണ്ടാണ്? ഓക്കെ, അപ്പോൾ അത് ഫിലോസഫിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ദർ എക്സിസ്റ്റ് എൻസ് ആൻഡ് മീൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദി മെത്തേഡ് ഓഫ് ഫിലോസഫി ഈസ് പെഡഗോജിക്കൽ. ഫിലോസഫിയുടെ മെത്തേഡ് എന്ന് പറയുന്നത് പെഡഗോജിക്കലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എഡ്യൂക്കേഷൻ ഈസ് ദ ലൈഫ് ലോങ് പ്രോസസ് ഓഫ് കണ്ടിന്യൂ ടു നോ ദ ട്രൂത്ത് ഓഫ് ഹൂ വി ആർ. ഓക്കെ, എഡ്യൂക്കേഷൻ എന്താ? നമ്മൾ ആരാണെന്ന് നമ്മളെ കൊണ്ട് തെളിയിപ്പിക്കാനുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആൻഡ് ഫിലോസഫി എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ എന്താ? യെസ്, ഫിലോസഫി ഈസ് ഹ്യൂറിസ്റ്റിക്കലി ആൻഡ് മെറ്റാഫിസിക്കലി പെഡഗോജിക്കൽ.
യെസ്, അത് നമ്മളെ എന്തൊക്കെ പഠിപ്പിക്കും? ഹാബിറ്റ് ഓഫ് കമ്മിറ്റഡ് തിങ്കിങ് ടു ഡിസ്കവർ അവർ ബീയിങ് എസ്, നമ്മളെന്താണെന്നുള്ളത് അറിയാൻ. ഇപ്പോൾ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ എന്താണോ എയിം ചെയ്യുന്നത് അത് തന്നെയാണ് നമുക്ക് ഫിലോസഫി കൊണ്ടും കിട്ടുന്നത്. അത് നമ്മുടെ ഒരു നമ്മൾ എന്തായി തീരണമെന്ന് ഒരു കരിയറായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അത് പെഡഗോജിക്കലായി അല്ലേ. ദെൻ എവറി ആസ്പെക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് എ ഫിലോസഫിക്കൽ ബേസ്. എഡ്യൂക്കേഷനിൽ ഓരോ പോർഷൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിനൊരു ഫിലോസഫിക്കൽ ബേസ് ഉണ്ടാവും. ദെൻ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ഓഫ് എഡ്യൂക്കേഷൻ ആർ ദ ക്വസ്റ്റ്യൻസ് ഓഫ് ഫിലോസഫി. ഓക്കെ, ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എഡ്യൂക്കേഷനിലെ ക്വസ്റ്റ്യൻസ്. ഇപ്പം ഫിലോസഫി ട്രൈങ് ടു ആൻസർ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫിലോസഫി ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്? യെസ്, വാട്ട് ഈസ് റിയൽ, വാട്ട് ഈസ് ട്രൂത്ത്, വാട്ട് ഈസ് മാൻ ആൻഡ് വാട്ട് ഈസ് ഗുഡ്, അതൊക്കെയാണ്. ആൻഡ് വാട്ട് ഈസ് ബ്യൂട്ടി, ഇതൊക്കെയാണ് നമ്മൾ ഫിലോസഫി ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ. അതിനല്ലേ എഡ്യൂക്കേഷൻ ഈസ് എ കണ്ടിന്യൂസ് അറ്റംപ്റ്റ് ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് സിസ്റ്റമാറ്റിക്കലി ത്രൂ എ ഇന്യൂമറബിൾ ഡിസിപ്ലിൻസ്. ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ട് ഇത്തരം ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എഡ്യൂക്കേഷനിലൂടെയും ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ദെൻ എന്താണ് സ്കൂൾസ് ഓഫ് ഫിലോസഫി? അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, കാരണം ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഓരോ പോർഷൻസും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പോൾ എന്താണ് വാട്ട് ഈസ് സ്കൂൾസ് ഓഫ് ഫിലോസഫി? സ്കൂൾസ് ഓഫ് ഫിലോസഫി സിസ്റ്റം ഓഫ് ഫിലോസഫിക്കൽ ഡോക്ട്രൈൻസ് അപ്പോൾഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അക്സെപ്റ്റഡ് ആസ്. അപ്പോൾ നമ്മൾ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫിലോസഫേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം ഒരു കളക്ഷനെയാണ് നമ്മൾ സ്കൂൾസ് ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്തൊക്കെ ചിന്തിച്ചാൽ എങ്ങനെയൊക്കെ ആവും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കളക്ഷൻ ഓഫ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ സ്കൂൾ ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കൂൾ ഓഫ് ഫിലോസഫി ഉണ്ടായിരുന്നു നമ്മളത്. ഇപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി, ദെൻ ഇസ്ലാമിക് ഫിലോസഫി, വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി ഒക്കെ. ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി എന്ന് പറയുമ്പം ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി മെയിനായിട്ട് 2 ടൈപ്പായിരുന്നു പണ്ട്. നാസ്തിക്, ആസ്തിക് എന്ന് പറഞ്ഞിട്ട്, അതായത് ഹെറ്ററോഡോക്സ് സ്കൂളും ഓർത്തഡോക്സ് സ്കൂളും. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയുകയെ, അതായത് ജൈനിസം, ബുദ്ധിസം, ചാർവാക എന്നൊക്കെ പറഞ്ഞിട്ട് ഹെറ്ററോഡോക്സും. ഓർത്തഡോക്സിൽ വരുന്നതാണ് നമ്മൾ ന്യായ, വൈശേഷിക, സംഖ്യ, യോഗ, മീമാംസ, വേദാന്ത എന്നുള്ള കാലഘട്ടങ്ങളൊക്കെ ഉള്ള കുറേ വാല്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫിയുടെ ഭാഗമായിട്ട് വരുന്നതായിരുന്നു. നെക്സ്റ്റ് ഇസ്ലാമിക് ഫിലോസഫി അറിയാമല്ലേ. എന്താ ഇസ്ലാമിക് ഫിലോസഫിയിൽ അവർ ഗോഡ് ഈസ് വൺ, ദൈവം എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അള്ളാഹ് ആണ്. ദെൻ അതിൻ്റെ ഐഡിയാസൊക്കെ നമുക്ക് എത്തിച്ചു തന്നത് ദ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പീസ് ബി അപ്പോൺ ഹിം. ഓക്കെ, അദ്ദേഹമാണ്. അപ്പോൾ പ്രോഫറ്റ് അദ്ദേഹത്തിൻ്റെ മെസ്സഞ്ചറാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാം, ഇനി പഠിക്കും. ദെൻ വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫിയിലും ഇതുപോലെ ഡിഫറെൻറ്റ് കൺസെപ്റ്റുകളുണ്ട്. ഐഡിയലിസം, നേച്ചറലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം ആൻഡ് എക്സിസ്റ്റൻഷ്യലിസം, ഇതൊക്കെ വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി. ഇത് ഈ ഐഡിയലിസം നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായില്ല വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ തമ്മിലുള്ള കൂടുതൽ റിലേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. നമ്മൾ എന്താണ് ഫിലോസഫി എന്ന് പറഞ്ഞു അല്ലേ. യെസ്, ഫിലോസഫീൻ്റെ ഡെഫിനിഷൻസ് ചെക്ക് ചെയ്തു. ദെൻ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ദെൻ വാട്ട് ഈസ് എഡ്യൂക്കേഷണൽ ഫിലോസഫി, ദെൻ എഡ്യൂക്കേഷണൽ ഫിലോസഫീൻ്റെ 2-3 ഡെഫിനിഷൻസ്, ദെൻ അതിൻ്റെ എയിംസ്, ആപ്ലിക്കേഷൻസ്, ദെൻ സ്കൂൾ ഓഫ് ഫിലോസഫീൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലേ എങ്കിൽ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്. സീ യു.